നമ്മുടെ യാത്ര പോളണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് നമ്മൾ യാത്ര തിരിച്ച് പോളണ്ടിൻ്റെ ബോർഡറിങ് ഒരു മെയിൻ ഏരിയ ആയിട്ടുള്ള ക്രാക്കോയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാനുണ്ട്. എന്നിരുന്നാലും ആദ്യം നമ്മുടെ മെയിൻ കാര്യമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളെ പരിചയപ്പെടുത്തുന്നതിലേക്ക് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം 660ഓളം വർഷം പഴക്കമുള്ള ജഗ്ലോനിയൻ യൂണിവേഴ്സിറ്റി ക്രാക്കോയിലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ 13ാമത് ഏറ്റവും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓപ്പറേഷൻ. അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാരണം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാർ നേരത്ത് ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ പല യുദ്ധങ്ങളുടെ ഭാഗമായിട്ട് പല യൂണിവേഴ്സിറ്റികൾക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓപ്പറേഷൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഈ യൂണിവേഴ്സിറ്റി 13ാം നൂറ്റാണ്ട് മുതൽ തുടർച്ചയായി ഓപ്പറേഷൻസിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഒരുപാട് നോട്ടബിൾ ആയിട്ടുള്ള അലുമിനേഴ്സ് ഉണ്ട് ഈ ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിക്ക്. അവരെല്ലാം നമുക്ക് പരിചയപ്പെടാം. അതിലേറ്റവും നമുക്ക് അറിയാവുന്ന ലോക പ്രശസ്തരായിട്ടുള്ള നോബൽ പ്രൈസ് വിന്നേഴ്സ് അടക്കമുണ്ട്. അതിൽ 1-2 പേരുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അലുമിനി ലിസ്റ്റിൽ മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ എൻ്റെ പിന്നിൽ കാണുന്ന ഈ നിക്കോളാസ് കോപ്പർനിക്കസ് എന്ന വ്യക്തി തന്നെയാണ്. അദ്ദേഹമാണ് 2 പ്രശസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഈ ലോകത്തിന് പറഞ്ഞു തന്നത്. ആദ്യത്തെ കാര്യം, സൂര്യന് ചുറ്റുമാണ് ഗ്രഹങ്ങൾ കറങ്ങുന്നത് എന്ന ഒരു കൺസെപ്റ്റ്. രണ്ടാമത്, അദ്ദേഹം ഒരു ആസ്ട്രോണമിസ്റ്റ് മാത്രമല്ല, ഒരു നല്ലൊരു എക്കണോമിസ്റ്റും കൂടിയായിരുന്നു. ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്നൊരു കൺസെപ്റ്റ് അദ്ദേഹമാണ് നമുക്ക് പറഞ്ഞു തന്നത്. അതായത് ഒരു രാജ്യത്തെ ആ രാജ്യത്തിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത് ആ എക്കണോമിയിൽ സർക്കുലേഷനിലുള്ള പൈസയ്ക്ക് ആനുപാതികമായിട്ടായിരിക്കും. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഈ അതിപ്രശസ്തനായിട്ടുള്ള ഈ വ്യക്തി, അദ്ദേഹം ഈ ജഗ്ലോനിയൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അതുപോലെ തന്നെ ജോൺ പോൾ മാർപ്പാപ്പ 2ാമൻ, അദ്ദേഹം ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഇനിയും ഒരുപാട് പേരുകളുണ്ട്. പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലത്തെ ഹിസ്റ്റോറിയൻ ആൾക്കാരുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ പഠിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് പോളണ്ടിലെ ക്രാക്കോയിലെ ജഗ്ലോനിയൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. യു ക്യാൻ ഫ്ലൈ എന്ന ഈ പ്രോഗ്രാം എയർ ചെയ്തു മുതൽ നമ്മൾ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് കാണുന്നുണ്ട്, 300 വർഷവും 500 വർഷവും ഒക്കെ പഴക്കമുള്ളത്. അപ്പോൾ കുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട്, എനിക്ക് പാരൻസ് വിളിക്കാറുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ഒരു കൺസേൺ, ഇത്രയും ഭയങ്കര യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ മേടിക്കാൻ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ ഇതല്ലാത്ത കുറച്ച് യൂണിവേഴ്സിറ്റി കൂടെ പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞു. അതൊരു തെറ്റിദ്ധാരണയാണ്. ഞാൻ യൂറോപ്പിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ ഒരു ഗോൾഡ് മൈൻ പറഞ്ഞു തരാം. ഇവിടെ ഇറാസ്മസ് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ ആദ്യത്തെ വർഷത്തെ പഠനം, മാസ്റ്റേഴ്സിന് വരുമ്പോൾ ആദ്യത്തെ വർഷത്തെ പഠനത്തിന് ശേഷം നിങ്ങൾ നന്നായി പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അത് ഇറാസ്മസിൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അവരുടെ പാർട്ട്ണർ ഓർഗനൈസേഷൻ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുണ്ടായിരിക്കും. അവരുടെ റാങ്കിങ് ചിലപ്പോൾ ഒരുപാട് വളരെ ഹയർ ആയിട്ടുള്ള റാങ്കിങ്ങുള്ള യൂണിവേഴ്സിറ്റീസും അതിൽ ഭാഗമായിരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ 2ാമത്തെ വർഷം നിങ്ങൾ ആ രാജ്യത്ത് പോയി അത്രയും ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ യൂണിവേഴ്സിറ്റിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ പോയി പഠിക്കാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടും.